ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇവിടെ ഒരു മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ടാങ്ക് പൊട്ടിയിട്ടുണ്ട്. ആ ടാങ്ക് മാറ്റിയിട്ട് നമുക്കൊരു പുതിയ ടാങ്ക് വയ്ക്കണം. അങ്ങനെയാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ആ പൊട്ടിയ ടാങ്ക് നിങ്ങൾക്ക് കാണാം. ഈ മൂന്നെണ്ണത്തിൽ ഈ സ്റ്റിക്കർ ഒട്ടിച്ചേക്കണ ടാങ്കാണ് പൊട്ടിയിട്ടുള്ളത്. പൊട്ടിയെന്ന് വെച്ചാൽ ആ സ്റ്റിക്കർ ഒട്ടിച്ചത് ആ സ്ഥലത്താണ് പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഒരു ടാങ്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ടാങ്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ പുതിയ ടാങ്ക് എടുത്ത് വയ്ക്കണം. അതാണ് ഇന്നത്തെ പണി. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ടാങ്ക് കട്ട് ചെയ്ത് കളഞ്ഞ് ആ പുതിയ ടാങ്ക് എടുത്ത് വെച്ച് 2 45ഉം ഇട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ 3 ടാങ്ക് ഉണ്ട്. ഇത് 3 ഒറ്റ ലൈനാണ്. ഇപ്പോൾ ഈ 3 ടാങ്ക് എന്തിനാണ് വെച്ചേക്കണേന്ന് വെച്ചാൽ ഇവിടെ റോഡ് പൈപ്പ് വന്നിട്ടുണ്ട്. റോഡ് പൈപ്പിലെ വെള്ളം സ്റ്റോർ ചെയ്ത് വയ്ക്കാനാണ് ഇവിടെ 3 ടാങ്ക് വെച്ചിട്ടുള്ളത്. കാരണം 3 ടാങ്കിനും സെപ്പറേറ്റ് ആയിട്ട് വാൾവുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വാൾവുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോർ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 2 ടാങ്ക് യൂസ് ചെയ്യാനിട്ടാൽ ഒരു ടാങ്ക് നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഒരു വാൾവ് ഓഫ് ചെയ്താൽ അത് വെള്ളം സ്റ്റോറേജ് ആണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഇല്ലാത്തപ്പോൾ സമയമൊക്കെ ആ വാൾവ് തുറന്നാൽ ഈ ടാങ്കിലും ഒരേ കണക്ക് വെള്ളം കയറും. അപ്പോൾ ഇവർക്ക് പിന്നെ താഴെ ഒരു 2000 ലിറ്ററിൻ്റെ ടാങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി വച്ചിട്ടുണ്ട്. മുകളിൽ 3 ടാങ്കും 750ൻ്റെ ടാങ്കാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ആ വാൾവെല്ലാം ചേഞ്ച് ചെയ്ത്, പിന്നെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഈ ടെറസിൻ്റെ മണ്ടയിലൊക്കെ നമ്മൾ ടാങ്ക് വയ്ക്കാൻ മെയിനായിട്ട് പറഞ്ഞൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ പൈപ്പെല്ലാം വെയിലടിച്ച് പൊളഞ്ഞിരിക്കും. കാരണം പശ വെച്ച് ഒട്ടിക്കുമ്പം തന്നെ സോക്കറ്റൊക്കെ ഇട്ട് ഒട്ടിച്ചാൽ തന്നെ അത് ഇരിക്കില്ല, ലൂസായി വരും. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഒരു പേപ്പറും തീപ്പെട്ടി എടുക്കുക, പൈപ്പ് ചൂടാക്കുക, ലോങ് സോക്കറ്റ് അടിക്കണം. ലോങ് സോക്കറ്റ് അടിക്കുമ്പം ആ ഒരു വിഷയം മാക്സിമം സോൾവ് ആവും. അല്ലാതെ നമ്മൾ 1 ഇഞ്ചിൻ്റെയും 1.5 ഇഞ്ചിൻ്റെയൊക്കെ സോക്കറ്റിൽ സോൾവെൻ്റ് വെച്ച് തേച്ച് ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ അത് ഇരിക്കണ കാര്യം പാടാണ്. ചില പൈപ്പുകൾ മാത്രം. ഇത് പണ്ടത്തേക്കാണ് തിക്നെസ് കുറഞ്ഞ പൈപ്പുകളാണ്, അതൊക്കെ ഒട്ടാൻ നല്ല പാടാണ്. അപ്പോൾ ലോങ് സോക്കറ്റ് നമ്മൾ അടിച്ചിട്ട് സോക്കറ്റിന് പകരം ലോങ് സോക്കറ്റ് അടിച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു 99% അത് ഒട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ വാൾവെല്ലാം മാറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ വാൾവ് സുപ്രീമിൻ്റെ വാൾവാണ് ഇട്ടേക്കണം. സുപ്രീമിൻ്റെ നല്ല കമ്പനിയുടെ വാൾവാണ്. അപ്പോൾ സുപ്രീമിൻ്റെ കമ്പനി വാൾവാണ്. ഇവിടെ എല്ലാ 3 വാൾവും സുപ്രീമിൻ്റെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കണത്. പിന്നെ ഫ്രണ്ട്സ്, നമ്മളിവിടെ വെച്ചിരിക്കണ ടാങ്ക് എന്ന് വെച്ചാൽ കേരേന്ദ്രനിര 3 ലെയർ ടാങ്കാണ്. നല്ലതാണ് ടാങ്ക്. കേരേന്ദ്രനിര നല്ല ടാങ്കാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കണത്. അപ്പോൾ ഇനിയും വീഡിയോസുകൾ വരുന്നതായിരിക്കും. വീഡിയോസ് കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോണിൽ നിന്ന് കുറേയൊക്കെ ഡിലീറ്റായി പോയി. കാരണം എല്ലാം കൂടെ ഫേസ് ഹാങ്ങായി കുറേ വീഡിയോസ് ഡിലീറ്റായി പോയി. എല്ലാം നല്ല നല്ല വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നത്. അങ്ങനെ കുറേ വീഡിയോസ് ഡിലീറ്റായി പോയി. ഇനിയും വീഡിയോസ് കണ്ടിന്യൂറ്റി വരുന്നതായിരിക്കും. ഇനിയും വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. Shall we begin?